രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 46-ാം സർഗം സീതാനയനം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര്. സീതയെ വനത്തിൽ കൊണ്ട് ഉപേക്ഷിക്കണം എന്നുള്ള ലക്ഷ്മണനോടുള്ള നിർദ്ദേശമാണ് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കേട്ടത്. അങ്ങനെ ഇതൊക്കെ കേട്ട് അത്യന്തം ദുഃഖിതനായ ആ ലക്ഷ്മണൻ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആ സുമന്ത്രനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലേ സാരഥി, ഉത്തമമായ രഥത്തിൽ കുതിരകളെ പൂട്ടുക, രാജാജ്ഞ അനുസരിച്ച് സീതയ്ക്ക് വേണ്ടി ഉത്തമമായ ആസനം ഒരുക്കുക. ഞാൻ സീതയെ പുണ്യാത്മാക്കളായ ആ ഋഷികളുടെ ആശ്രമത്തിൽ കൊണ്ടാക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ തിരി വേഗം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് സുമന്ത്രൻ നല്ല കുതിരകളെയൊക്കെ പൂട്ടി സുഖമായിട്ട് ശയ്യൊക്കെ ഒരുക്കിയ ആ രഥം കൊണ്ടുവന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ലക്ഷ്മണനോട് ചോദിച്ചു. ലക്ഷ്മണൻ കൊട്ടാരത്തിലെത്തി സീതയുടെ സമീപം ചെന്നറിയിച്ചു. പ്രഭുവായ രാമചന്ദ്രനോട് ഭഗവതി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുവല്ലോ, രാജാവ് അത് അംഗീകരിച്ചിട്ടുണ്ട്. ദേവിയെ ആ ഗംഗാതീരത്തുള്ള ഋഷിമാരുടെ പവിത്രങ്ങളായ ആശ്രമങ്ങളിൽ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് മാമുനിമാർ വാഴുന്ന വനത്തിൽ ഭഗവതിയെ കൊണ്ടുചെന്നാക്കണം എന്ന് എന്നോട് അദ്ദേഹം കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ സീത വളരെ സന്തോഷത്തോടുകൂടി വിലയേറിയ വസ്ത്രങ്ങളും പലതരം രത്നങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് യാത്രയ്ക്കൊരുങ്ങി. ഈ വിലയേറിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധനങ്ങളുമൊക്കെ ഞാൻ മുനിപത്നിമാർക്ക് നൽകും എന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സീതയെ ആ രഥത്തിൽ കയറ്റി വളരെ വേഗത്തിൽ യാത്ര പുറപ്പെടാൻ ആരംഭിച്ചു. ലക്ഷ്മീവർദ്ധനായ ലക്ഷ്മണനോട് സീതയപ്പോൾ പറഞ്ഞു: അല്ലേ ലക്ഷ്മണ, പല അശുഭങ്ങളും ഞാൻ കാണുന്നുണ്ടല്ലോ. എൻ്റെ കണ്ണ് തുടിക്കുന്നുണ്ട്, മെയ് വിറയ്ക്കുന്നുണ്ട്, ഹൃദയവും അസ്വസ്ഥമായി തോന്നുന്നുണ്ട്, വലിയ ഉത്കണ്ഠ ഉണ്ടാവുന്നു, ധൈര്യക്കുറവ് കാണുന്നു. എന്തായിരിക്കും ഈ ലോകം മുഴുവൻ ശൂന്യമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ സഹോദരന് നല്ലത് തന്നെയല്ലേ വരാൻ പോകുന്നത്? എൻ്റെ ശത്രുക്കൾക്ക് ഏവർക്കും ഒരു വ്യത്യാസമില്ലാതെ കുശലം തന്നെ ആയിരിക്കുകയല്ലേ ചെയ്യുക. ഈ കൊട്ടാരത്തിലും ജനപദത്തിലും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ആ അമംഗളം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്നറിയാതെ സീതാദേവി ചോദിച്ചു എന്ന് പറയണം. അപ്പോൾ ആ ലക്ഷ്മണൻ അവളെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു: എല്ലാവർക്കും സുഖം തന്നെ എന്ന്. ഒറ്റ വാക്കിൽ അദ്ദേഹം അത് അവസാനിപ്പിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ പറയാൻ കഴിവില്ലായിരുന്നു. അങ്ങനെ ഗോമതി തീരത്ത് എത്തി അവിടെ ഒരു ആശ്രമത്തിൽ അന്ന് അവർ താമസിച്ചു. പിറ്റേന്ന് വീണ്ടും എഴുന്നേറ്റ് അവിടെ നിന്നും ആ കുതിരകളെ കെട്ടി തേരിൽ കയറി അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു എന്ന് പറയണം. പിന്നെ പകുതി ദിവസം യാത്ര ചെയ്ത് ഭഗീരഥൻ തൻ്റെ ദീർഘമായ പ്രയത്നം കൊണ്ട് കണ്ട കൊണ്ടുവന്ന ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥി നദിയെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ലക്ഷ്മണൻ ഉറക്ക കരഞ്ഞു എന്ന് പറയാണ്. ലക്ഷ്മണനിക്ക് കരയുന്നത് കണ്ടപ്പോൾ ധർമ്മജ്ഞയായ സീതയും ദുഃഖിതയായി തീർന്നു. എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടി ഈ ഗംഗാതീരത്തിലേക്ക് വന്നപ്പോൾ ഈ സന്തോഷകരമായ അവസരത്തിൽ എന്തുകൊണ്ടാണ് ലക്ഷ്മണ നീ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. ആ രാമൻ്റെ പാർശ്വത്തിൽ നിന്ന് ഞാൻ പൊരുന്നു എന്നുള്ളത് കൊണ്ടാണോ, 2 നാൾ ആ രാമനെ പിരിഞ്ഞിരിക്കും എന്നുള്ളത് കൊണ്ടാണോ അങ്ങേക്ക് ദുഃഖം എന്നൊക്കെ ചോദിച്ചു. നീ ഇങ്ങനെ ബാലിശനാവാതെ എന്നെ ഈ ഗംഗ കടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവിടെ തപസ്സന്മാരെ കാണിച്ചു തരിക, എന്നിട്ട് ഞാൻ മഹർഷിമാർക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നൽകിയതിന് ശേഷം അവരെ വന്ദിച്ച് നമുക്ക് മടങ്ങിപ്പോകാം. ഒരു രാത്രി ഇവിടെ പാർത്തതിന് ശേഷം നമുക്ക് മടങ്ങിപ്പോയി രാമനെ കാണാം എന്ന് അങ്ങനെയുള്ള സീതയുടെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം വഞ്ചിക്കാരെ വിളിച്ച് വഞ്ചി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ അവർ തയ്യാറാക്കിയ വഞ്ചിയിൽ ലക്ഷ്മണൻ സീതയെ ആ ഗംഗാനദി കടത്തി എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.